പ്രശാന്തിന്റെ കഴിഞ്ഞ സിനിമകളിൽ മന്ദയായിരുന്നു നായിക. അതെ. ഈ ഒരു സിനിമത്തിൽ ഇപ്പൊ തന്നെ നായികയെ പ്രൊഡ്യൂസറായി, നായിക ആവാൻ വേണ്ടി പ്രൊഡ്യൂസർ ആയതാണോ എന്ന് ഞാൻ ചോദിച്ചു. അതെന്താണ് ഞാൻ പറഞ്ഞു, ഇതിൽ മന്ദയെ കാസ്റ്റ് ചെയ്തിരുന്നത് ഞാൻ ചോദിച്ചാണ്. മന്ദേനെ മനഃപൂർവ്വം കട്ടിപ്പിച്ച് തന്നെ പ്രൊഡ്യൂസർ ആയതാണോ? അതെ. സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഞാൻ അതെ, ഞാൻ തന്നെ എന്ന് പറഞ്ഞ പോലെ. ആക്ച്വലി അങ്ങനെയല്ല. ഈ കഥ എൻ്റെ മനസ്സിൽ കുറച്ചാളായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെപ്പോഴും ഈ ഒരു വിഷയം നമ്മളെ ഇങ്ങനെ അലോസരപ്പെടുത്തുമല്ലോ. നമ്മളെ ചില വിഷയങ്ങൾ നമ്മളെ അലോസരപ്പെടുത്തുമ്പോഴാണ് നമ്മളൊരു കഥ എന്നുള്ള രീതിയിലേക്ക് ആലോചിക്കുന്നത് തന്നെ. ഏതെങ്കിലും ഇപ്പം ലാൽബാഗ് ആണെങ്കിൽ ഒരു ന്യൂസ്, ഒരു ഓസ്ട്രേലിയയിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ലാൽബാഗിൻ്റെ ഒരു പ്രമേയമായിട്ട് ആദ്യം നമ്മളെ ട്രിഗർ ചെയ്തത്. അപ്പം കഥയതല്ല, പക്ഷേ സിമിലർ ആയിട്ടുള്ളൊരു കഥ സംഭവിച്ചു. മലയാളികളായിട്ടുള്ള ദമ്പതികൾക്കിടയിൽ നടന്ന ഒരു കാര്യമാണ്. അപ്പം അത് ഭയങ്കര എനിക്ക് മനസ്സിലായി. കാണാത്തവരുണ്ടോ? അതുകൊണ്ട് ഞാൻ എലിമെന്റ് ഇപ്പോഴും കാണാത്തവരുണ്ടാവും ചിലപ്പോ. അതെ അതെ. അപ്പൊ അത് അങ്ങനെ ഒരു അതെനിക്ക് ഒരു സിനിമയാക്കി കൊള്ളാം എന്നൊരു തോന്നൽ വരികയും അതിൽ കൂടെ ഒരു കാര്യം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെന്ന് തോന്നുകയും ചെയ്യുന്നിടത്താണ് നമ്മളത് പറയുന്നത്. അപ്പം പൈസയാണെങ്കിലും പൈസ എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു, അല്ലെങ്കിൽ വളരെ നിസ്സാരമായ തുക എങ്ങനെ മനുഷ്യരുടെ ലൈഫിനെയൊക്കെ അല്ലെങ്കിൽ ബന്ധങ്ങളെയൊക്കെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു, എനിക്കെപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയമാണ്. ഈ ഒരു പൈസയുടെ സമയത്ത് അജു തട്ടത്തിന്മറയത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയം അതിനൊരു ഈക്വൽ ഇമ്പോർട്ടൻറ്റ് ഒരു ഹീറോ ടൈപ്പ് ഓഫ് റോള് അജു തന്നെ പറയുന്നത്.